തിരുവചനം തിരുമധുരം എന്ന പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. പ്രാർത്ഥനയോടെ ശുശ്രൂഷ ആരംഭിക്കാം. സ്തുതിക്കുന്ന കർത്താവേ, സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഞങ്ങളുടെ ദിവാത്സല്യമായ സർവസുധാംനാഥ, മഹാകരുണയിലെയും കൃപയുടെയും കർത്താവേ, ഞങ്ങളുടെ ജീവിതയാത്രയിൽ ഈ സമയം വരെ ഞങ്ങളെ നിലനിർത്തിയ വൻ കൃപകൾക്കായ നന്ദിയോട് സ്തോത്രം കർത്താവേ. പ്രതികൂലമായ സാഹചര്യങ്ങളും പ്രതിസന്ധി നിറഞ്ഞ ഈ ലോകയാത്രയിൽ കർത്താവേ, കോഴിതൻ ചിറകിൻ കീഴിൽ കാത്തുരുവാലിക്കുന്ന പോലെ ഞങ്ങളെ ഓരോ ദിവസവും വഴി നടത്തുന്ന എല്ലാ നന്മകൾക്കായ നന്ദിയോട് സ്തോത്രം കർത്താവേ. ഈ സമയത്ത് ഞങ്ങളെ തന്നെ ഞങ്ങളുടെ കരങ്ങളിൽ സമർപ്പിക്കുന്ന കർത്താവേ, ജനം അങ്ങയുടേതാണ്, അടിയൻ അങ്ങയുടേതാണ്, വചനം അങ്ങയുടെ. ഏറ്റവും ലളിതമായി ഈ വചനം തൻ്റെ ജനത്തിൽ എത്തിക്കുക മാത്രമല്ല കർത്താവേ, വചനമാഴമായി സ്പർശിക്കത്തക്കവണ്ണം അങ്ങയുടെ പരിശുദ്ധാത്മാവ് ഇടപെടണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ അവിടുന്ന് അങ്ങ് ഞങ്ങളെ വഴി നിർത്താൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കൃപയും സാന്നിധ്യം ഞങ്ങളെ ശക്തീകരിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. എൻ്റെ കൃപകളുടെ നിറവിൽ അവിടുന്ന് ഞങ്ങളെ കാത്തോളം പ്രാർത്ഥിക്കുന്ന കർത്താവേ. എല്ലാത്തിനുപരി കേൾക്കുന്ന വചനം ഞങ്ങളുടെ ജീവിതങ്ങളിൽ ക്രിയ ചെയ്യുവാനും കർത്താവ് അതിന് തക്കവണ്ണം ഞങ്ങളുടെ ജീവിതം തിട്ടപ്പെടുത്തുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ബലഹീനമായ സ്വഭാവങ്ങൾ, കുറവുള്ള സ്വഭാവങ്ങളൊക്കെ മാറ്റിക്കൊണ്ട് കർത്താവെ അങ്ങയിൽ കൂടുതലായിട്ട് അലിഞ്ഞു ചേർന്ന് ജീവിപ്പാൻ നീ ഞങ്ങളെ ഓരോരുത്തരെ എടുത്ത് ഉപയോഗിക്കണം. യേശുനാഥൻ താഴ്വശിക്കുന്നു, കൃപയോട് കേൾക്കണമേ. ദൈവത്തിൻ്റെ പൊന്നുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ ജീവിതയാത്രയിൽ പലപ്പോഴും ഇന്നത്തെ കാലയളവിൽ പല കാര്യങ്ങൾക്ക് നാം കടം എടുക്കുന്ന ഒരു സ്വഭാവങ്ങളുണ്ട്. അതായത് ഒരു ഭവനമായാലും ഒരു വാഹനമായാലും ചിലപ്പോൾ കുഞ്ഞുങ്ങളുടെ വിവാഹം, പഠിത്ത കാര്യം, ഇങ്ങനെ ഓരോ കാര്യങ്ങൾക്ക് വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ നാം അത് ബാങ്കുകളിലോ മറ്റ് സാഹചര്യങ്ങളിലോ ഒക്കെ കടം വാങ്ങുന്ന അവസ്ഥയാണ്. ഈ കടം കൊടുക്കുവാൻ കഴിയാതെ വന്നു കഴിഞ്ഞാൽ അതിൻ്റേതായ പ്രതിസന്ധികളും പ്രതികൂലങ്ങളും ഒക്കെ നാം അനുഭവിക്കേണ്ട അവസ്ഥകളുമുണ്ട്. എങ്കിലോ നമ്മുടെ വ്യക്തിഗത അല്ലെങ്കിൽ നമ്മുടെ ആത്മീയ ജീവിതത്തെ പറ്റി ഒന്ന് നോക്കുകയാണെങ്കിൽ, ആത്മീയ ജീവിതത്തിൽ എന്നെന്നും നിലകൊള്ളണമെങ്കിൽ അല്ലെങ്കിൽ നിത്യജീവനിലേക്ക് നാം കടക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ കടമായിരിക്കുന്ന പാപങ്ങൾക്ക് പരിഹാരമായി നമുക്ക് വേണ്ടി യാഗമായ കർത്താവ് സ്വന്തം രക്തം ചിന്തിയാണ് ആ കടം വീട്ടിയത്. നമ്മൾ എല്ലാ വർഷവും കഷ്ടാനുവാഴ്ചകളും ദുഃഖ വെള്ളിയാഴ്ചയും ഉയർപ്പ് പെരുന്നാളും ഓശാനയും പെസഹ ഒക്കെ കൊണ്ടാടാറുണ്ട്. ഇവയൊക്കെ കൊണ്ടാടുമ്പോൾ പ്രത്യേകിച്ചും ദുഃഖവെള്ളിയാഴ്ച ശുശ്രൂഷകളിലും വിവിധ സഭകളിലും ശുശ്രൂഷകളിലും അത് ഒരു ആത്മീയ ചൈതന്യം ഉയർത്തത്തക്കവണ്ണമുള്ള അന്തരീക്ഷം സൃഷ്ടിക്കുവാൻ വേണ്ടി പല കാര്യങ്ങൾ, ആചാര അനുഷ്ഠാനങ്ങൾ അവിടെ ചെയ്യാറുണ്ട്. ഈ ആചാര അനുഷ്ഠാനങ്ങളുടെ മധ്യത്തിൽ എൻ്റെ ജീവിതത്തിൽ അത് എത്രമാത്രം ഒരു വ്യക്തിഗത മാറ്റം പ്രതിഫലിക്കത്തക്കോണം ഇടയാകുന്നെന്ന് നാം ചിന്തിക്കാറുണ്ട്. നാം ഇപ്രകാരമുള്ള ശുശ്രൂഷകളിൽ കടന്നു ചെന്ന് നാം കുമ്പിടുകയും അവിടുത്തെ മറ്റ് കാര്യങ്ങളിലൊക്കെ ഏർപ്പെടുകയും, എന്തിന് കയ്പ് വെള്ളം എന്ന് പറഞ്ഞ് ചില സഭകളിലൊക്കെ അത് കൊടുക്കുന്നുണ്ട്. കാരണം കർത്താവ് കയ്പ് കാടി കുടിച്ചെന്ന് പറഞ്ഞ് അപ്രകാരം ഒരു പേരിന് വേണ്ടി അല്ലെങ്കിൽ ഒരു ആചാരമായി ചെയ്യുന്നതിനെക്കാട്ടി ഉപരി യഥാർത്ഥമായ കയ്പിന്റെ പാതയിൽ നാം കടന്നു പോകുവാൻ ആഗ്രഹിക്കുന്നവരാണ്. യഥാർത്ഥമായ കയ്പിന്റെ പാതയിൽ കൂടെ അനേകരെ കർത്താവിന് വേണ്ടി നേടിയെടുക്കത്തക്കോണം നാം ആഗ്രഹിക്കുന്നവരാണ്. കർത്താവായി കയ്പ് കാടി കൊടുക്കുമ്പോൾ നാം ഒരു കാര്യം മനസ്സിലാക്കണം. അത് നാം പാപിയായിരിക്കുമ്പോൾ തന്നെ നമ്മെ വീണ്ടെടുക്കത്തക്കോണം യാഗമായി, പാപയാഗമായി നമുക്ക് വേണ്ടി രക്തം ചിന്തിയ അവസ്ഥയാണ്. എന്നേക്കുമായി നമ്മുടെ പാപപരിഹാര കടങ്ങൾ എന്നേക്കുമായി നികത്തത്തക്കോണം അതിനൊരു ചോദ്യം ഇനിയും ആർക്കും ഉയർത്തുവാൻ കഴിയാത്ത വിധം ഉള്ള ഒരു പ്രവർത്തനമായിരുന്നു. നാം ഒരാത്മീയനെന്ന് പറയുമ്പോൾ നാം ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എനിക്ക് വേണ്ടി, എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി സ്വയം യാഗമായി
പുത്രത്തിന്റെ അവകാശത്തിലേക്ക് നമ്മെ വീണ്ടെടുത്ത എൻ്റെ കർത്താവിന് എത്രമാത്രം നാം മഹത്വം കൊടുക്കുന്നുണ്ട്. നിത്യജീവനിലേക്ക് നാം കടക്കണമെങ്കിൽ ആ കർത്താവുമായിട്ടൊരു ബന്ധത്തിലേക്ക് നാം എത്രമാത്രം നാം വളരുന്നുണ്ടെന്നൊന്ന് ചിന്തിക്കണം. അല്പസമയം നിങ്ങളോടൊപ്പം ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത് റോമാലേഖനം 5:8 പറയുന്ന ഒരു കാര്യമാണ്. നാം പാപികൾ ആയിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചതിനാൽ ദൈവം നമ്മളോടുള്ള തന്റെ സ്നേഹം പ്രദർശിപ്പിക്കുന്നു. അവിടെ പറയുന്നത് നാം പാപികളായിരിക്കുമ്പോൾ തന്നെയാണ് ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചത്. പാപയാഗമായി എന്നേക്കും നമുക്ക് വേണ്ടി ഒരു വീണ്ടെടുപ്പിൻ്റെ അവസ്ഥ. ഇന്ന് നാം ദേവാലയങ്ങളിൽ കടന്നു പോകുന്നുണ്ട്, തിരുമേശയിൽ സംബന്ധിക്കുന്നുണ്ട്, തിരുശരീര രക്തത്തിൻ്റെ അതിൽ സംബന്ധിച്ച് നാം മടങ്ങി വരുന്ന അവസ്ഥകളുണ്ട്. ഓരോ സഭകൾക്കും അതിൻ്റെതായ രീതിയിലുള്ള കാര്യങ്ങളിലാണ് ഇവയൊക്കെ നടത്തപ്പെടുന്നത്. അവിടെ അത് നൽകപ്പെടുമ്പോൾ നാം എത്രമാത്രം നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യുന്നുണ്ട്. വ്യത്യസ്തമായ സഭകളിലും ശുശ്രൂഷകളിലും അതിൻ്റെതായ പ്രാർത്ഥനകളും ആ കാര്യങ്ങളും ഒക്കെ വ്യത്യസ്തമാണ്. ചില ഒരു പരസ്യ പ്രാർത്ഥനയിൽ, അനുതാപ പ്രാർത്ഥനയിൽ അത് തീരുന്നു. അല്ലാതെ പോയി നമ്മുടെ പാപങ്ങളൊക്കെ ഏറ്റുപറഞ്ഞ് അനുതാപത്തോടെ ചെയ്യേണ്ട ശുശ്രൂഷകളുണ്ട്. അങ്ങനെ വ്യത്യസ്തമാണ്. എന്തുമായിക്കൊള്ളട്ടെ, പക്ഷെ ആ തിരുമേശയിൽ സംബന്ധിക്കുവാൻ നാം കടന്നു വരുമ്പോൾ, ആ തിരുമേശകൾ നാം അതിൽ സംബന്ധിക്കുമ്പോൾ, കരങ്ങളിൽ ഏറ്റുവാങ്ങി നമ്മളെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുമ്പോൾ, അവിടെ നമ്മുടെ കടങ്ങൾക്കും പാപങ്ങൾക്കും പരിഹാരമായി യാഗമായി അർപ്പിക്കപ്പെട്ട വേദനയോട് ക്രൂശിൽ തൻ്റെ രക്തം ചിന്തിയ കർത്താവിനെ നാം ഓർക്കാറുണ്ട്. ആ കർത്താവിന് നാം മഹത്വം കൊടുക്കാറുണ്ട്. ഇന്ന് ഞാൻ ആയിരിക്കുന്നത്, ഇന്ന് ഞാൻ വീണ്ടെടുക്കപ്പെട്ടത് എൻ്റെ കർത്താവേ അങ്ങ് യാഗമായി സ്വയം അർപ്പിച്ചത് കൊണ്ടാണെന്ന് നാം ഒന്ന് സ്തോത്രം പറയാറുണ്ട്. എന്തിന്? പലയിടത്തും ചിലപ്പോൾ ആ തിരുമേശയിൽ സംബന്ധിച്ച് അത് കഴിഞ്ഞുള്ള സ്തോത്ര ശുശ്രൂഷയിൽ പോലും സംബന്ധിക്കാതെ ഭവനത്തിൽ കടന്നു പോകുന്ന സാഹചര്യങ്ങളുണ്ട്. സഹോദര സഹോദരി, അതെടുത്തത് കൊണ്ടല്ല, അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി നമ്മളെ തന്നെ താഴ്ത്തി അവിടെ സമർപ്പിക്കുമ്പോഴാണ് ആ തിരുശരീര ശക്തം എൻ്റെയും നമ്മുടെയും ജീവിതത്തിൽ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത്. എന്തിന്? അസ്വസ്ഥതകളിൽ നിന്ന് വിടുവിക്കുവാൻ അതിന് കഴിയും. മനസ്സമാധാനമില്ലാത്തവർക്ക് സന്തോഷവും സമാധാനം നൽകുവാൻ അത് കഴിയും. ജീവിതയാത്രയിലെല്ലാം വീർപ്പുമുട്ടിയ അവസ്ഥയിൽ നിന്ന് നമ്മളെ ആ ബന്ധനത്തിൽ നിന്ന് അത് വിടുവിക്കുവാൻ കഴിയും. എപ്പോഴാണ്? അതേ നമ്മുടെ കരങ്ങളിൽ നാം അത് വഹിക്കുമ്പോൾ ആ കർത്താവിന് മഹത്വം കൊടുക്കത്തക്കോണം, ആ കർത്താവിന് സ്തോത്രം കരയറ്റത്തക്കോണം നമ്മുടെ ഹൃദയത്തിൽ നിന്നുള്ളൊരു തേങ്ങൽ കടന്നു വരണം. എൻ്റെ കർത്താവേ, ഞാൻ ഒന്നുമില്ലായിരുന്ന കാലത്തിൽ, ഞാൻ പാപിയായിരുന്ന കാലത്തിൽ എന്നെ വീണ്ടെടുക്കത്തക്കോണം അങ്ങ് സ്വയം സമർപ്പിച്ച് അങ്ങയുടെ രക്തത്താൽ ഞങ്ങളെ വീണ്ടെടുത്തത് ഞങ്ങൾ പലപ്പോഴും മറന്നുപോയെന്നുള്ളൊരു അനുതാപ പ്രാർത്ഥന വേണം. അപ്രകാരം പ്രാർത്ഥിക്കുമ്പോഴാണ് യഥാർത്ഥമായ അനുതാപത്തിലേക്ക് കടന്നു വന്ന് നമ്മെ വീണ്ടെടുത്ത കർത്താവിന് മഹത്വം കൊടുക്കാൻ കഴിയുകയുള്ളൂ. റോമാലേഖനം 5:10 ഇപ്രകാരമാണ് പറയുന്നത്: ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് അവന്റെ പുത്രന്റെ മരണത്താൽ ദൈവത്തോട് നിരപ്പ് വന്നുവെങ്കിൽ നിരപ്പ് പ്രാപിച്ച ശേഷം നാം അവന്റെ ജീവനാൽ എത്ര അധികമായി രക്ഷിക്കപ്പെടും. ശത്രുക്കൾ, ആദ്യം എന്താ പറയുന്നത്? നാം പാപികൾ. പാപം ചെയ്യുന്ന ഒരു ദൈവത്തിന്റെ ശത്രുവായി മാറുന്ന അവസ്ഥയാണ്. കാരണം ദൈവസന്നിധിയിൽ നിന്ന് വീണ് കഴിയുമ്പോൾ
ദൈവ കൃപകളിൽ നിന്ന് വീണ് കഴിയുമ്പോൾ നാം യഥാർത്ഥത്തിൽ ദൈവവിരുദ്ധ പ്രവർത്തനത്തിലാണ് ഏർപ്പെടുന്നത്. ഇവിടെ പറയുന്നത് എന്താണ്? നമുക്ക് അവന്റെ പുത്രന്റെ മരണത്താൽ ദൈവത്തോട് നിരപ്പ് വന്നെങ്കിൽ നിരപ്പ് പ്രാപിച്ച ശേഷം നാം അവന്റെ ജീവനാൽ എത്രയധികം രക്ഷിക്കപ്പെടും. നാം രക്ഷിക്കപ്പെട്ട അവസ്ഥയാണ്. രക്ഷിക്കപ്പെടുന്നെന്ന് ഇന്ന് പലതും രക്ഷിക്കപ്പെടുന്നെന്നുള്ള കാര്യങ്ങൾ നാം പലതും കേൾക്കുന്നുണ്ട്. നിങ്ങൾക്ക് രക്ഷ പ്രാപിക്കണമെങ്കിൽ ഇത് ചെയ്യണം. അതൊന്നുമല്ല പ്രിയ സഹോദര സഹോദരി രക്ഷയുടെ ജീവിതം എന്ന് പറയുമ്പോൾ എൻ്റെ കർത്താവിനെ പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട്, എൻ്റെ കർത്താവല്ലാതെ എൻ്റെ ജീവിതത്തിൽ ഒരു ദൈവവുമില്ല, മറ്റൊന്നിനും അതിൽ കൂടുതൽ പ്രാധാന്യമില്ലെന്ന് നാം പറയുമ്പോഴാണ് അതുമാത്രമല്ല, നമ്മുടെ ജീവിതത്തിലെ പാപസ്വഭാവങ്ങൾ യഥാർത്ഥമായി കർത്താവിന്റെ പാദത്തിൽ ഏറ്റുപറഞ്ഞ് മാനസാന്തരത്തിന്റെ അനുതാപത്തിന്റെ അവസ്ഥയിലേക്ക് കടന്നു വരുമ്പോൾ അവിടെയാണ് നമുക്ക് രക്ഷ പ്രാപിക്കുവാൻ ഇടയാകുന്നത്. അവിടെയാണ് രക്ഷിക്കപ്പെട്ട അവസ്ഥയിലേക്ക് നാം കടന്നു വരുവാൻ ഇടയാകുന്നത്. യോഹന്നാന്റെ സുവിശേഷം 15:16 ഇപ്രകാരമാണ് പറയുന്നത്: നിങ്ങൾ എന്നെ തെരഞ്ഞെടുത്തു എന്നല്ല, നിങ്ങൾ എന്നെ തെരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തു. നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിനും, നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനും, നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നു. നിങ്ങൾ എന്റെ നാമത്തിൽ പിതാവിനോട് അപേക്ഷിക്കുന്നതൊക്കെയും അവൻ നിങ്ങൾക്ക് തരുവാനായി തന്നെ. ഇവിടെ നിങ്ങൾ എന്നെ തെരഞ്ഞെടുത്തതല്ല. ഇന്ന് നാം ചിന്തിക്കും നാം കർത്താവിനെ തെരഞ്ഞെടുത്ത്, അല്ലെങ്കിൽ നാം കർത്താവിന്റെ പാതയിൽ നമ്മുടെ ദൈവം നമ്മളായിരിക്കുന്ന സാഹചര്യങ്ങളിൽ വിളിച്ച് വേർതിരിച്ചാണ് നമ്മെ ഓരോ സ്ഥാനത്തും ഓരോ സഭകളിലും ഓരോ ശുശ്രൂഷകളും സ്ഥാപിച്ചിരിക്കുന്നത്. അതിന് ദൈവത്തിന് വ്യക്തമായ ഉദ്ദേശമുണ്ട്. പക്ഷെ അത് മനസ്സിലാക്കാതെയാണ് ഇന്ന് നാം ജീവിക്കുന്നത്. സഭകളിലും ശുശ്രൂഷകളിലും നമ്മെ ആക്കി വെച്ചിരിക്കുമ്പോൾ അതിന്റെ സമ്പത്ത് വർദ്ധിപ്പിക്കുവാനല്ല പ്രിയ സഹോദര സഹോദരി. അവിടെ അനേകരുടെ ജീവിതത്തിൽ കഷ്ടത്തിന്റെയും വേദനകളുടെയും താഴ്വരയിൽ കടന്നു പോകുന്നവരെ കോരിയെടുക്കുവാൻ വേണ്ടിയാണ്. അവരുടെ ജീവിതത്തിലേക്ക് കടന്നു എന്ന്, അവരുടെ വേദനയിലേക്ക് കടന്നു എന്ന് സ്വാന്തനം നൽകുവാൻ, സമാധാനം നൽകുവാൻ, വിടുതൽ നൽകുവാൻ വേണ്ടിയാണ്. ഇന്ന് എനിക്ക് നിങ്ങൾക്കും അത് ചെയ്യുവാൻ കഴിയുന്നുണ്ടോ? എനിക്കും നിങ്ങൾക്കും അപ്രകാരം പ്രവർത്തിക്കുവാൻ കഴിയുന്നുണ്ടോ? കഴിയുന്നില്ലെങ്കിൽ എവിടെയാണ് ആ വീഴ്ചയെന്നൊന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. എവിടെയാണ് ആ കുറവെന്നൊന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇന്ന് നാം നോക്കുമ്പോൾ ക്രൈസ്തവ സമൂഹം ശിഥിലമായിക്കൊണ്ട് കുറയുന്നൊരവസ്ഥയാണ്. എന്തുകൊണ്ട്? ഒരു ക്രൈസ്തവ സമൂഹത്തിൽ ജനിച്ചു വളർന്നുകൊണ്ട് ഒരു ക്രിസ്ത്യാനിയാകുകയില്ല. ക്രിസ്ത്യാനി എന്ന് പറയുമ്പോൾ കർത്താവിനെ പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് കർത്താവ് നമ്മോട് കൽപ്പിക്കുന്ന തവണ്ണം കർത്താവിന് വേണ്ടി ജീവിക്കുന്നവരായി തീരണം. ആവർത്തന പുസ്തകം 7:6 ഇപ്രകാരമാണ് പറയുന്നത്: നിന്റെ ദൈവമായ യഹോവയ്ക്ക് നീ ഒരു വിശുദ്ധ ജനമാകുന്നു. ഭൂതലത്തിലുള്ള സകല ജനതകളിലും വെച്ച് നിന്നെ തനിക്ക് സ്വന്തം ജനമായിരിക്കേണ്ടതിന്, തന്റെ സ്വന്തം ജനമായിരിക്കേണ്ടതിന് നിന്റെ ദൈവമായ യഹോവ തെരഞ്ഞെടുത്തിരിക്കുന്നു. അപ്രകാരമാണ് നാം ഓരോരുത്തരും തെരഞ്ഞെടുക്കപ്പെട്ടവരാണ്. തെരഞ്ഞെടുക്കപ്പെട്ട വിശുദ്ധ ജനവും മഹാപുരോഹിത വർഗവും ഒക്കെ നമുക്ക് എത്രയോ വ്യത്യസ്തമായ കാര്യങ്ങൾ പുതിയ നിയമത്തിൽ നമ്മളെ പറ്റി പറയുന്നുണ്ട്. അതിനൊത്തോണം നാം ജീവിക്കുന്നുണ്ടോ? ഇന്ന് നാം ഓട്ടക്കളത്തിൽ ഓടുന്നവരാണ്. പക്ഷെ എന്തിനു വേണ്ടിയാണ് ഓടുന്നത്? അത് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നാട്ടുകാരൻ പറയുന്ന ഓട്ടക്കളത്തിൽ ഓടുന്ന അനേകരുണ്ട്, പക്ഷെ ബിരുദ് പ്രാപിക്കുന്നത്. ഈ ബിരുദ് പ്രാപിക്കുക എന്ന് പറയുമ്പോൾ ഓട്ടക്കളത്തിൽ ഓടി ബിരുദ് പ്രാപിക്കണമെങ്കിൽ ആ ഓട്ടത്ത് മധ്യത്തിൽ അനേകമായ പ്രയാസങ്ങളും പ്രതികൂല സാഹചര്യങ്ങളും ഒക്കെ കടന്നു വരും. അവിടെ നമ്മുടെ ചിന്തകൾക്കൊത്തവണ്ണം കുറുക്കു വഴിയും മറ്റു കാര്യങ്ങളും അല്ല. എൻ്റെ ദൈവം എന്നെ വിളിച്ച വഴിയിൽ തന്നെ ഞാൻ നിൽക്കുമെന്നുള്ള പ്രതിജ്ഞതയോടെ ആ വിശ്വാസത്തിന്റെ പൂർണ്ണതയോടെ മുമ്പോട്ട് പോകുമ്പോഴാണ് ദൈവത്തിന്റെ മഹത്വം കാണുവാൻ ഇടയാകുന്നത്. ഉൽപ്പത്തി പുസ്തകം 1:27 ഇപ്രകാരമാണ് നമ്മെ സ്വരൂപിച്ചെ പറ്റി ദൈവം പറയുന്നത്:
അങ്ങനെ ദൈവം തന്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. അങ്ങനെ ദൈവം തന്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. ദൈവത്തിന്റെ സ്വരൂപത്തിൽ അവനെ സൃഷ്ടിച്ചു. ദൈവത്തിന്റെ സ്വരൂപത്തിൽ അവനെ സൃഷ്ടിച്ചു. ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു. ആണും പെണ്ണുമായി അവനെ സൃഷ്ടിച്ചു. ദൈവ സ്വരൂപത്തിൽ സൃഷ്ടിക്കുക. നാം ദൈവത്തെ കണ്ടില്ലെങ്കിൽ നമ്മളിൽ തന്നെ ദൈവത്തെ കാണുവാൻ നാം ഇടയാക്കണം. അതെന്റെ സ്വഭാവത്തിൽ മാറ്റം വരുത്തുമ്പോഴാണ്, ദൈവിക കൃപകളിൽ വളരുമ്പോഴാണ്, നമ്മളിൽ മറ്റുള്ളവർക്ക് കർത്താവിനെ കാണത്തക്കോണമായി തീരുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഞാൻ ദൈവസ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ട ദൈവത്തിന് മഹത്വം കരയറ്റത്തക്കോണം ഇടയാകുന്നത്. യോഹന്നാന്റെ സുവിശേഷം 1:11-12 വായിക്കുമ്പോൾ, അവൻ സ്വന്തത്തിലേക്ക് വന്നു. അവൻ സ്വന്തത്തിലേക്ക് വന്നു. സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല. സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. ആരാ അധികാരം തന്നത്? കർത്താവ്. തൻ്റെ ജനത്തെ, തൻ്റെ സൃഷ്ടിയെ ആഴമായി സ്നേഹിച്ച പിതാവ് തൻ്റെ ഏകജാതനായ പുത്രനെ ഭൂമുഖത്തേക്ക് അയക്കുന്നത് ഒരു വ്യക്തി പോലും നഷ്ടപ്പെട്ടു പോകാതിരിക്കുവാൻ വേണ്ടിയാണ്. ഇസ്രായേൽ മക്കളുടെ യാത്രയിൽ നമുക്കറിയാം, സർപ്പബാധ വന്നപ്പോൾ പറയുന്നത്, ഒരു താമര സർപ്പത്തെ ഉയർത്തി കൊടിമരത്തിൽ ഉയർത്തുക, അതിനെ നോക്കുന്നവനെല്ലാം രക്ഷപ്പെടും. ഇന്നത്തെ പുതിയ നിയമത്തിൽ ആ താമര കൊടിമരത്തിൽ ഉയർത്തിരിക്കുന്ന സർപ്പം എന്ന് പറയുമ്പോൾ ക്രൂശിന്മേൽ യാഗമായി അർപ്പിക്കപ്പെട്ട എൻ്റെ കർത്താവാണ്. നമ്മുടെ ദൃഷ്ടി ആ ക്രൂശിലായിരിക്കുമ്പോൾ, ആ ക്രൂശിൽ എനിക്ക് വേണ്ടി യാഗമായി അർപ്പിക്കപ്പെട്ട എൻ്റെ കർത്താവായിരിക്കുമ്പോൾ, ആ ക്രൂശിന്മേൽ സ്വന്തം രക്തം ചിന്തി നമുക്ക് വേണ്ടി ജീവൻ അർപ്പിച്ച കർത്താവായിരിക്കുമ്പോൾ, എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, നാം വീണ്ടെടുക്കപ്പെട്ട ജനമല്ല, അവൻ്റെ സ്വന്തം മക്കളായി തീരുവാൻ പിതാവിനെ നമ്മുടെ സ്വന്തം പിതാവെന്ന് വിളിക്കത്തക്കണം പുത്രത്തിന്റെ പദവിയിലേക്കാണ് നാം ഉയർത്തപ്പെട്ടത്. പക്ഷെ ഇവിടെ പറയുന്ന എൻ്റെ സ്വന്തം ജനത്തിലേക്ക് കടന്നു വന്നിട്ടും സ്വന്തം ജനം അവനെ സ്വീകരിച്ചില്ല. ഇന്ന് നാം നോക്കുമ്പോൾ ക്രൈസ്തവ സമൂഹം ലോകമെമ്പാടും പടർന്നു വളർന്നൊരു ജനമായിരുന്നു. ഇന്നോ എത്രയോ ദേവാലയങ്ങളിൽ ഒരു വ്യക്തി പോലും ഇല്ലാതെ അടച്ചുപൂട്ടുന്ന അവസ്ഥ. എന്തുകൊണ്ടാണെന്ന് നാം ചിന്തിക്കണം. എവിടെയാണ് ആ കർത്താവ് നമ്മുടെ മധ്യത്തിൽ നിന്ന് മാറിപ്പോയതെന്ന് ചിന്തിക്കണം. ഒരു ദേവാലയം അടച്ചുപൂട്ടുന്ന അവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ കർത്താവിൻ്റെ സാന്നിധ്യമില്ലെന്നവൻ. കർത്താവിൻ്റെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന ദേവാലയത്തിൽ എന്നെന്നും തൻ്റെ ജനം കടന്നു വരും. കാരണം പുത്രത്തിൻ്റെ ആത്മാവാണ് നമുക്ക് നൽകിയിരിക്കുന്നത്. പിതാവിനെ മാറി ജീവിക്കുവാൻ കഴിയില്ല പുത്രത്തിൻ്റെ ആത്മാവ് ലഭ്യമായവർക്ക് ആർക്കും. അപ്പോൾ ഇന്ന് നമുക്കത് കഴിയുന്നില്ലെങ്കിൽ നമ്മുടെ സഭകളിലായാലും ശുശ്രൂഷകളിലായാലും പ്രാർത്ഥനാ കൂട്ടങ്ങളിലായാലും കർത്താവ് ഉണ്ടോ എന്നൊന്ന് നോക്കേണ്ടിയിരിക്കുന്നു. കർത്താവില്ലെങ്കിൽ നാം എന്ത് ചെയ്താലും പ്രിയ സഹോദര സഹോദരി, അവിടെ ഒരു മാറ്റത്തിന്റെ കാറ്റ് വീശുവാൻ സാഹചര്യമില്ല. എങ്കിലോ കർത്താവ് ഉണ്ടെങ്കിൽ നിന്റെ കണ്ണുനീരിന് ഉത്തരമരുളുന്ന കർത്താവ് അവിടെ പ്രവർത്തിക്കുക മാത്രമല്ല, ആ ശുശ്രൂഷകളെയും സഭകളെയും ഒരു പുതുക്കപ്പെട്ട അവസ്ഥയിലേക്ക്, പുതുക്കപ്പെട്ട ജീവനിലേക്ക് നയിക്കുവാൻ ഇടയാകും. റോമാലേഖനം 8:14-15 വായിക്കുമ്പോൾ, ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവർ എല്ലാവരും ദൈവത്തിന്റെ മക്കളാകുന്നു. ദൈവാത്മാവാൽ നയിക്കപ്പെടുന്നവരെല്ലാവരും ദൈവത്തിന്റെ മക്കളാകുന്നു. നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിന്റെ ആത്മാവിനെ അല്ല നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെയാണ് പ്രാപിച്ചത്. എത്ര വ്യക്തമായിട്ടാണ് പറയുന്നത്. ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിന്റെ ആത്മാവിനെ അല്ല, നാം അപ്പാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്തിന്റെ ആത്മാവിനെയാണ് നൽകിയത്. പക്ഷെ എപ്പോഴാണ് ദൈവാത്മാവിൽ നയിക്കപ്പെടുന്നവരെല്ലാവരും ദൈവത്തിന്റെ മക്കളാകുന്നു? നാം ഏത് ആത്മാവിലാണ് നയിക്കപ്പെടുന്നതെന്നൊന്ന് ചിന്തിക്കണം. ദൈവാത്മാവിൽ നയിക്കപ്പെടുന്നവരാണെങ്കിൽ മറ്റുള്ളവരുടെ വേദന മനസ്സിലാക്കുവാൻ നമുക്ക് കഴിയും. മറ്റുള്ളവരെ കോരിയെടുത്ത്
കൂടെ നടത്തുവാൻ നമുക്ക് കഴിയും. മറ്റൊരുവനെ ദുഷിക്കുന്ന വാക്കുകൾ നമ്മുടെ നാവിൽ നിന്ന് വരികയില്ല. മറ്റുള്ള ഒരുവനെ വേദനിപ്പിക്കുന്ന വാക്കുകൾ നമ്മുടെ നാവിൽ നിന്ന് വരികയില്ല. അവൻ്റെ വേദനയുടെ ആഴം മനസ്സിലാക്കി അവനെ ബലപ്പെടുത്തത്തക്കോണം, ശക്തീകരിക്കത്തക്കോണം നാം ഇടയാകും. അപ്രകാരമാണോ നാം ജീവിക്കുന്നത്? അപ്രകാരമാണോ നമ്മുടെ ജീവിതം എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നത്? അല്ലെങ്കിൽ അവിടെ ഒരു മാറ്റത്തിൻ്റെ ആവശ്യമുണ്ട്. പ്രിയ സഹോദര സഹോദരി, പുത്രത്തിൻ്റെ ആത്മാവ് നമുക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ, അപ്പാ പിതാവേ എന്ന് വിളിക്കത്തക്കോണം നമുക്ക് അധികാരം തന്നിട്ടുണ്ടെങ്കിൽ അതിന് നാം യോഗ്യനായി തീരണം. എന്നെ യോഗ്യനാക്കുന്ന കർത്താവ് എൻ്റെ ജീവിതത്തിലെ കുറവുകളും വീഴ്ചകളിൽ നിന്ന് വീണ്ടെടുക്കത്തക്കോണം ആ കാൽവറിയിൽ ചൊരിഞ്ഞ ഒരു രക്തത്തുള്ളി എൻ്റെ മേൽ ചൊരിഞ്ഞെന്നെ കഴുകാൻ വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. യഥാർത്ഥ അനുതാപ ഹൃദയത്തോടെ മാനസാന്തരത്തിലേക്ക് കടന്നു വരുവാൻ നാം പരിശ്രമിക്കണം. ഗലാത്യ ലേഖനം 4:6-7 വായിക്കുമ്പോൾ, നിങ്ങൾ മക്കളാകുന്നതുകൊണ്ട് അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രന്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് അയച്ചു. അങ്ങനെ നീ ഇനി ദാസനല്ല പുത്രനത്രേ. പുത്രനെങ്കിലോ ദൈവത്തിന്റെ അവകാശിയും ആകുന്നു. ഈ അവകാശം നമുക്ക് എങ്ങനെയാണ് കിട്ടിയത്? നമ്മുടെ കടങ്ങൾക്കും ഇതിനുമൊക്കെ അത് എന്നേക്കും ആ കടങ്ങൾ കൊടുത്ത് തീർത്തത് കാൽവറിയിലെ സ്വന്തം യാഗമാണ്. അതിനൊത്തവണ്ണം നമുക്ക് ജീവിക്കുവാൻ കഴിയുന്നുണ്ടോ? അതിനൊത്തവണ്ണം നമുക്ക് പ്രവർത്തിക്കുവാൻ കഴിയുന്നുണ്ടോ? നാം ഇന്ന് പല കാര്യങ്ങൾ ചെയ്യുന്നവരാണ്. നമ്മളെ ആക്കി വെച്ചിരിക്കുന്ന ഇടവകളിലും ശുശ്രൂഷകളിലൊക്കെ ദൈവനാമത്തിന് പ്രയത്നിക്കുന്നവരുമാണ്. പക്ഷെ ഇവയൊക്കെ ചെയ്യുന്നത് ആർക്ക് മഹത്വം കൊടുക്കുവാൻ വേണ്ടിയാണ്? സ്വയം മഹത്വം എടുക്കുവാൻ വേണ്ടിയാണോ? ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ വേണ്ടിയാണോ? പലപ്പോഴും നാം ഇന്ന് കാണുന്നത്, ഒരു വ്യക്തി എന്തെങ്കിലും ചെയ്ത് വേണ്ട രീതിയിൽ ആ വ്യക്തിയെ ബഹുമാനിച്ചില്ലെങ്കിൽ നാളെ ആ ശുശ്രൂഷയോ സഭയോ വിട്ടുപോകുന്ന അവസ്ഥകൾ വരെ കാണാറുണ്ടായിരുന്നു. അത് ഏത് തട്ടിലുമായിക്കൊള്ളട്ടെ, അവിടെ കടന്നു വരുന്ന ഒരു ജനം മുതൽ മേൽപ്പട്ടക്കാരുടെ മധ്യത്തിൽ വരെ ഇന്ന് ഇത് വ്യാപരിച്ചിരിക്കുന്നു. അവർക്ക് വേണ്ടിയ രീതിയിലുള്ള അർഹതമായ കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ അവർക്ക് ഉൾക്കൊള്ളുവാൻ കഴിയാത്ത അവസ്ഥ. ഇതാണോ കർത്താവ് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്? ഇതാണോ കർത്താവ് നമ്മളെ കാണിച്ചിരിക്കുന്നത്? കർത്താവിൻ്റെ അകമെഴിഞ്ഞ സ്നേഹം എന്ന് പറയുമ്പോൾ കാൽവരിയിൽ 2 കൈയും വിരിച്ചുകൊണ്ട് നമ്മളെ വീണ്ടെടുക്കുന്ന സ്നേഹമാണ്. ഏറ്റവും അവസാനമായ മത്തായിയുടെ സുവിശേഷം 6:9 ഇപ്രകാരമാണ് പറയുന്നത്, നിങ്ങൾ ഇപ്രകാരം പ്രാർത്ഥിക്കുവിൻ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ. കർത്താവ് പ്രാർത്ഥന പഠിപ്പിക്കുമ്പോൾ അതിൻ്റെ ആദ്യ വാക്യമാണ്, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നാണ് അവിടെ പറയുന്നത്. പുത്രത്തിൻ്റെ ആത്മാവ് നൽകി നമ്മളെ കോരിയെടുത്ത എൻ്റെ കർത്താവിനും ആ കർത്താവുമായിട്ടുള്ള ജീവിതം നമ്മുടെ എപ്രകാരമായിരിക്കണമെന്ന് ചിന്തിക്കണം. കുറവുകൾ കാണും, വീഴ്ചകൾ കാണും, നമ്മുടേതായ പാപ സ്വഭാവങ്ങളിൽ നാം കർത്താവിനെ തള്ളിപ്പറഞ്ഞ അവസ്ഥകൾ കാണും. പക്ഷേ ഇന്നൊരു തിരിച്ചു വരാൻ ഒരു അവസ്ഥ തരികയാണ്, ഒരു സാവകാശം നൽകിയാണ്. ആ കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയുമ്പോൾ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കണമേ, എൻ്റെ കുറവുകൾ എന്നോട് ക്ഷമിക്കണമേ, എൻ്റെ വീഴ്ചകൾ എന്നോട് ക്ഷമിക്കണമേ. ഞാൻ ആ അറ്റുപോയ ബന്ധത്തിലേക്ക്, നഷ്ടപ്പെട്ട ബന്ധത്തിലേക്ക് മടങ്ങി വരുവാൻ ആഗ്രഹിക്കുന്നു. നീ എനിക്ക് വേണ്ടി, എൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടി കൊടുത്ത വില ഞാൻ അറിയുന്നു. ആ വിലയ്ക്ക് യോഗ്യവണ്ണം ഒരു ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ അങ്ങനെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുവാൻ കഴിയുമോ? നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. സ്തുതിക്കുന്ന കർത്താവേ, സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഞങ്ങളുടെ ദിവാത്സല്യമായ സർവസ്തുതാം നാഥ, അവിടുന്ന് കർത്താവേ
കർത്താവ്, ഞങ്ങൾ ആരും നഷ്ടപ്പെടാതിരിക്കുവാൻ കണ്ടി ഞങ്ങൾ കർത്താവെ പാപിയായിരിക്കുമ്പോൾ തന്നെ കർത്താവെ നീ ഞങ്ങൾക്ക് വേണ്ടി ക്രൂശ് മരണം ഏറ്റുവഹിച്ചു. ആ ക്രൂശ് മരണത്താൽ കർത്താവ് എന്നേക്കും കർത്താവെ ഞങ്ങളുടെ കർത്താവ് പാപത്തിൽ നിന്നുള്ള മരണത്തിൽ നിന്നുള്ള വീണ്ടെടുപ്പിനായി ആ വിലയായി നീ കൊടുത്തെങ്കിലും പലപ്പോഴും അത് മനസ്സിലാക്കിയിട്ടല്ല ഞങ്ങൾ ജീവിച്ചിരിക്കുന്നത്. അപ്രകാരമല്ല നിന്റെ സന്നിധിയിലായിരിക്കുന്നെന്ന് കുറവ് സമ്മതിക്കുന്നു. കർത്താവിൻ്റെ ദൈവമേ, ഞങ്ങളോട് മനസ്സലി ഉണ്ടായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഓരോ ദിവസവും ഓരോ നിമിഷവും നീ ഞങ്ങൾക്ക് വേണ്ടി ചെയ്തിരിക്കുന്നതെന്തെന്ന് മനസ്സിലാക്കി ജീവിപ്പാൻ ഞങ്ങളെ പഠിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഞങ്ങൾ കുറവുകൾ ഞങ്ങളോട് ക്ഷമിച്ച് നിന്റെ കൃപയ്ക്കൊത്തവണ്ണം നിന്റെ സനയിൽ കർത്താവ് പ്രാഗൽഭ്യമുള്ളവരായി തീരുവാൻ ഞങ്ങളെ ഓരോരുത്തരെ എടുത്ത് ഉപയോഗിക്കണം. യേശുവിൻ്റെ നാമത്തിൽ താഴ്വീഴ്ചിക്കുന്നു. കൃപയോട് കേൾക്കണമേ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.